Assalamu alaikum. Hello friends, welcome back to another video tutorial from Great Teacher. ലംഹായിലെ തൊബിഅ എന്ന ഒരു ഭാഗത്തിൻ്റെ രണ്ടാം പാർട്ട് എന്നോണം വരുന്ന ഒരു ഭാഗമാണ് അഫിൽ വുളൂഇ ഇസ്രാഫ് എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഹദീസിൻ്റെ മഫ്ഹൂമുൽ ഹദീസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു വീഡിയോക്ക് മുമ്പുള്ള വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ ഹദീസിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. അഫിൽ വുളൂഇ ഇസ്റാഫ്, വുളൂഹിൻ്റെ കേസിലും ദൂർത്തുണ്ടോ? മഫ്ഹൂമിൽ ഹദീസ്, ഈ ഒരു ഹദീസിൻ്റെ അർത്ഥം യുർഷിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ തർക്കിൽ ഇസ്റാഫി ഫീ കുല്ലി ഷൈഇൻ നഹ്താജു ഫീ ഹയാത്തിന വലൗ കാന സാലിക ഫിൽ വുളൂഹ്. യുർഷിദുന നമ്മെ നയിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നയിക്കുന്നു ഇലാ തർക്കിൽ ഇസ്റാഫ്, ദൂർത്തിനെ, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ദൂർത്താണ്, ദൂർത്തിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫീ കുല്ല ഷൈഇൻ നഹ്താജു ഫീ ഹയാത്തിന, നമ്മുടെ ജീവിതത്തിൽ ഉള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൂർത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലൗ കാന സാലിക ഫിൽ വുളൂഹ്, അതിലിപ്പോൾ വുളൂഹിലായിരിക്കട്ടെ. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ മിൻ മുസ്ലിമി യഅരിസു അർസൻ, മുസ്ലിമിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷത്തായി നട്ടാൽ, ഔ യസ്റഉ സറഅൻ, അല്ലെങ്കിൽ കൃഷി ചെയ്താൽ, ഫയഅകുലു മിൻഹു ത്വയ്റുൻ, അതിൽ നിന്നും അവൻ്റെ കൃഷിയിടത്തിൽ നിന്നും ഒരു പക്ഷി അതിനെ ഭക്ഷണമാക്കിയാൽ, ഔ ഇൻസാനും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഔ ബഹീമത്തിൻ, അല്ലെങ്കിൽ ഒരു കന്നുകാലി, ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, അവനതിന് പ്രതിഫലമുണ്ട്. അൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നമ്മുടെ ആദ്യത്തെ ലംഹായിലെ തൊബിഅയിലെ ആദ്യം അഥവാ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ കൃഷിയിടത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി കുറച്ച് കൃഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള കുറച്ച് ഹദീസുകളാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഹദീസുകളെ ഒന്ന് പരിചയപ്പെടാം. ഒരു റോസ് കളറുള്ള ഒരു കോളത്തിൽ നൽകിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അൽ ഹദീസുൻ നബവിയ ഔ സുന്നത്തുൻ നബവിയ ഹുവ, അത് മാ വറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിൻ ഖൗലിൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംസാരം, അഫീലിൻ പ്രവൃത്തി, ഔ തഖരീരിൻ, അല്ലെങ്കിൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മോട് ചെയ്യാൻ ഉപദേശിച്ച കാര്യങ്ങൾ, അതിനെയാണ് ഹദീസ് അഥവാ സുന്നത്ത് ചര്യ എന്ന് പറയുന്നത്. അൽ ഹദീസ് മാ സിന്ദുഹ്, 4 എന്ന് നമ്പറിട്ട് അൽ ഹദീസ് മാ സിന്ദുഹ്, ഹദീസിൻ്റെ ഉറവിടം. ഹദ്ദസന ഖുതൈബിയത്ത് ബിൻ സഈദാണ് നമ്മോട് ഈ ഒരു കാര്യം അറിയിച്ചത്. ഹദ്ദസന അബു അവാന, ഞങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞത് അബു അവാനയാണ്. ഹദ്ദസനി അബ്ദുറഹ്മാൻ ബിൻ മുബാറക്കാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഹദ്ദസന അബു അവാനയാണ് ഞങ്ങളെ ഈ ഒരു കാര്യം അറിയിച്ചത്. ഫതാദ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഒരു സന്ദർഭത്തിലുള്ള ഒരു ഹദീസ്. ഇത് യഥാർത്ഥത്തിൽ ഓരോരുത്തരിലേക്കും നമ്മുടെ ഒരു ഹദീസിൻ്റെ ഒരു ഉറവിടം ഉണ്ടാവുമല്ലോ. ഓരോരുത്തരും കേട്ട് വരുന്ന ഈ ഹദീസിൻ്റെ കൃത്യമായ ഉറവിടത്തിലേക്ക് എത്തിയാൽ മാത്രമേ അത് സഹീഹ് എന്ന് രേഖപ്പെടുത്താറുള്ളൂ. അത്തരത്തിൽ ഈ ഒരു ഹദീസിൻ്റെ യഥാർത്ഥ ഹദീസാണെന്ന് തെളിയിക്കാനുള്ള തെളിവ്, അഥവാ എവിടെ നിന്നാണ് ഇതിൻ്റെ സ്രോതസ് എന്ന് തെളിയിക്കുന്നതിനാണ് ഒരുപാട് പേരിൽ നിന്നും കൈമാറ്റം ചെയ്തു വന്ന ഒരു ഹദീസാണിത്. ഹദീസിൻ്റെ ഉറവിടമാണ് ഈ ഒരു സന്ദർഭത്തിൽ കൊടുത്തിരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഈ ഒരു ഹദീസ്. പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമി മുസ്ലിമി യഅരിസു ഹർസ, മുസ്ലിങ്ങളിൽപ്പെട്ട് ആരെങ്കിലും ഒരാൾ കൃഷി ചെയ്താൽ, വൃക്ഷത്തായി എങ്കിലും കൃഷി ചെയ്താൽ, ഔ യസ്റഉ സറഅൻ, അല്ലെങ്കിൽ കൃഷി ചെയ്താൽ, ഫയഅകുലു മിൻഹു ത്വയ്ർ, അതിൽ നിന്നും പക്ഷി ഭക്ഷിച്ചു, ഔ ഇൻസാനു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഔ ബഹീമ, അല്ലെങ്കിൽ കന്നുകാലി, ഇല്ലാ കാന ലഹു ബി സദഖ, അവനതിൽ നിന്ന് പ്രതിഫലമുണ്ട്. നമ്മൾ ആദ്യമേ പഠിച്ച
ആ ഹദീസിൻ്റെ ഉറവിടമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഹദീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇനി നമുക്ക് ഈ ഹദീസിൻ്റെ മഫ്ഹൂം അഥവാ നമുക്ക് മനസ്സിലായ കാര്യം നോക്കാം. യുഹരിലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മെ നയിക്കുന്നു, നിർദ്ദേശിക്കുന്നു. അലർ ഓർസി വസ്റാ, വൃക്ഷത്തൈ നടാനും കൃഷി ചെയ്യാനും, ഒത്തഷ്ജീറി വൃക്ഷത്തൈ നടാനും, വയുബഷിറു അൽ മുസ്ലിമി, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, അല്ലതി യുതബ്ബിക്കുദാലിക്ക, അതുമായി സംബന്ധിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. വൈദ അക്കല മിൻഹു ഇൻസാനും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഔ തൈറുൻ ഔ അൻ ആമിൻ, മൃഗങ്ങളോ കന്നുകാലികളോ അല്ലെങ്കിൽ പക്ഷിയോ അതിൽ നിന്നും ഭക്ഷിച്ചു കഴിഞ്ഞാൽ യുസബ്ബിബു ഹുസൂലുൽ അജ്രി ഇൻദല്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ അതിന് പ്രതിഫലം രേഖപ്പെടുത്തുന്നതായിരിക്കും. ഉസ്കുർ ബഅലൽ ഫവായിദി മിനത് തശ്ജീർ, മരത്തായി അല്ലെങ്കിൽ വൃക്ഷത്തായി നടുന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. മറ്റൊരു ഹദീസാണ് കൊടുത്തിരിക്കുന്നത്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻകാനത്ത് ലഹു അർളുൻ, ആരെങ്കിലും അടുക്കൽ ഒരു ഭൂമി ഉണ്ടായിരിക്കെ, ഫൽയദ്റൗഹ, അവനതിൽ ഭൂമി ഉണ്ടാവുകയാണെങ്കിൽ അവനതിൽ കൃഷി ചെയ്യട്ടെ. ഫൽയദ്റൗഹ, അഥവാ അവനതിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഫൽയുദ്രിഹ അഖാവു, അത് അവൻ്റെ സഹോദരനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നൽകുമാറാകട്ടെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഫ്ഹൂമുൽ ഹദീസ് നോക്കാം. യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അലൈഹി വസല്ലം അവനോട് പറയുകയാണ്, നമ്മോട് പറയുകയാണ്, ഇനിസ്തിഖ്ദാമി, ഉപയോഗപ്പെടുത്താൻ അലാറുള്ള ഭൂമി, ലിസ്റാഅത്തി, കൃഷിക്ക് വേണ്ടിയിട്ട്, വൽ ഇഹ്തിമാമി ബി, അതിനെ പരിപാലിക്കാനും വേണ്ടി, വയത്ലുബു, അന്വേഷിക്കുകയാണ്, പറയുകയാണ്, നബിയു മിൻ സ്വാഹിബിൽ അർളി, ഭൂമിയുടെ അവകാശിയോട് നബി പറയുകയാണ്, അയ്യദ്റഹ ബി നഫ്സിഹി, അവനോട് തന്നെ ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. വൈദാക്കാന ലാ യുരീദു സിറാഅത ഫിഹ, അഥവാ അവൻ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഫാലിഹി, അവൻ്റെ മേൽ നിർബന്ധമാണ്, അയ്യൂത്തിയ ലിസിറാഅത്തി ലിമൻ യുരീദുഹ, അവിടെ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ആ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ അവൻ്റെ മേൽ നിർബന്ധമാണ്. വഫി ഹാദൽ ഹദീസി, ഈ ഒരു ഹദീസിലുണ്ട്, ഇർഷാദുൻ ബയ്യിനു, വ്യക്തമായ നിർദ്ദേശമുണ്ട്, ഇലാ ഇസ്തിഖ്ദാമിൽ ലിസ്റാഅ, കൃഷിഭൂമി കൃത്യമായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ഭൂമി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മൽ മഅകൂലാത്തുൽ മുഹിമ്മത്തില്ലത്തി തുഖ്രിജു ലനാ അൽ അർള്, നമ്മൾക്ക് കൃഷിഭൂമി നൽകുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ, ഹൽ തഅരിഫു ഹദീസൻ ആഖറ യദുല്ലു അലാ ഹദൽ മഅന, ഈ ഒരു കാര്യത്തിൻ്റെ മേലിലേക്ക്, കൃഷിയിലേക്ക് എത്തിക്കുന്ന മറ്റുള്ള ഹദീസുകൾ നിങ്ങൾക്ക് അറിയാമോ? നമ്മളിനി ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. ആക്ടിവിറ്റീസിൻ്റെ അർത്ഥം നോക്കാം. നഷാത്തുൽ അവ്വൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, നക്തശിഫുൽ ആയാത്തില്ലത്തി തുഷീറു ഇലൽ മവാരിദി തബഈയത്തിൽ മുഖ്തലിഫത്തി മിൻ സൂറത്തി യാസിൻ വന്നാസിആത്ത്. നക്തശിഫു, നമുക്ക് കളക്ട് ചെയ്യാം, ആയാത്തില്ലത്തി, നമുക്ക് പരിശോധിക്കാം, ആയാത്തില്ലത്തി തുഷീറു ഇലൽ മവാരിദി തബഈയ, നാച്ചുറൽ സ്രോതസ്സുകളിൽ നിന്ന് പ്രകൃതി വിഭവങ്ങളിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വിവിധതരം ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു പോകാം. അൽ മുഖദ്രിഫ, വിവിധതരം എന്നാണ് അർത്ഥം. മിൻ സൂറത്ത് യാസിൻ വൻ നാസിയാത്ത്, യാസിൻ സൂറത്തിൽ നിന്നും നാസിയാത്ത് സൂറത്തിൽ നിന്നും. ഒരു കളക്ഷൻ നിങ്ങൾക്ക് യാസിൻ സൂറത്ത് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ആയത്തുകൾ കാണാൻ കഴിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇർഷാദുസാനി, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുലാഹിലുൽ ആയാത്തി വൽ അഹാദീസ് ലാത്തിയതി വ നഖ്താറു മിൻ തസ്രീഹാത്തി താലിയതി മാ യുവാഫിഖുഹ ഫിൽ മഅന. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നെ പറഞ്ഞുതരാം. ലാഹിലുൽ ആയാത്തി വൽ അഹാദീസ് ലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ആയത്തുകളും ഹദീസുകളും പരിശോധിച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തിനോട് യോജിക്കുന്ന അർത്ഥം കണ്ടെത്താനാണ് ഇതുവരെ പഠിച്ച ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം, വഹുവല്ലദീ യുർസിലു റിയാഅ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ ഖല്ലത് സഹാബൻ സിഖാലൻ സുഖനാഹു ലിബലദിൻ മയ്യിദിൻ ഫഅൻസൽനാ ബിഹി അൽമാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് കസാലിക നുഖ്രിജു അൽ മൗതാ ലഅല്ലക്കും തസക്കറൂൻ. ഈ ആയത്തുകളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അഥവാ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണണമെന്ന് നിർദ്ദേശിക്കുന്നു. നെക്സ്റ്റ്, രണ്ടാമത്തെ
أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه جاجا فلولا تشكرون. جيم ما من مسلم يعيش عرسا أو يذرع ذرعا فيأكل منه طير أو إنسان أو بهيمة إلا كان له بالصدقة. من كانت له أرض فليذرها فإن لم يذرها فليذرها أخاه. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ആദ്യത്തെ ആയത്ത് നമുക്കറിയാം, അത് കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആയത്തായിരുന്നു. അത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, മിൻ നിഅമില്ല യരിയ ഉൽ മുബച്ചിറാത്തു ബിൽ മത്വർ എന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ അജ്റുൽ മുസാരി ഇന്ദല്ലാഹി അലീം എന്നത് നമ്മുടെ മങ്കാനത്ത് ലഹു അർലുൽ ഫല്യദറുഹ 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 അഖാഉ എന്ന ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. പിന്നെ മനഹല്ലാഹു അന്നാസ് അൽ മാ അസ്വാഫി അസ്വാലി ലിഷുർബി വസ്സിറാ, അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധമായ വെള്ളത്തെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ലിഷുർബി വസ്സിറാഅത്തി കുടിക്കാനും കൃഷി ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ബാ ഓപ്ഷന് അത് യോജിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർളി ഖാലിയത്തി മിനൽ ഇസ്തിഖ്ദാം, ഭൂമി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹദീസാണ് അത് നമ്മുടെ മങ്കാനത്ത് ലഹു അർളും ഫല്യദറുഹ ഫഇല്ലയദറുഹ ഫല്യദറു അഖാഹു എന്ന ഹദീസിനാണ് ഇത് യോജിക്കുന്നത്. പിന്നെ മാമി മുസ്ലിം യഅരിസു ഹർസൻ എന്ന് പറഞ്ഞിട്ട് ബിഹി സദഖത്തുൻ, അവന് അതിൽ കൂലിയുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഡീന് യോജിക്കുന്നതാണ്. അതായത് അജ്റുൽ മുസാരി ഇന്ദല്ലാഹി അലീമുൻ എന്ന അതിന് യോജിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു റോസ് കോളം നമുക്ക് കാണാം. അൽ ഫിഅലു അർബഅത്തു അഖ്സാം, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഫിഅലിനെ 4 രൂപങ്ങളാണുള്ളത്. ഒന്ന് മാലി, മറ്റൊന്ന് മുലാരി, അംറ്, നഹി. മാലി എന്ന് പറഞ്ഞാൽ മാ ദല്ലു അലാ ഹുദൂസ് ഫിഅലിൻ ഫി സമാനിൽ മാലി, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ മേലിൽ അറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മാലിയായ ഫിഅലുകൾ. ഉദാഹരണത്തിന് ഖറഅ, അവൻ വായിച്ചു. മാ ഖറഅ, അവൻ വായിച്ചിട്ടില്ല. ശരിബ, അവൻ കുടിച്ചു. മാ ശരിബ, അവൻ കുടിച്ചിട്ടില്ല. മുലാരി എന്ന് വെച്ചാൽ മാ ദല്ലു അലാ ഹുദൂസിൻ ഫിഅലിൻ ഫി സമാനിൽ ഹാദിരി ഔ ഫിൽ മുസ്തഖ്ബിൽ, വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാലത്തിൻ്റെ മേലിൽ സൂചിപ്പിക്കുന്ന പ്രവൃത്തികൾ. നഹ്വ്, ഉദാഹരണം യഖ്റഉ, അവൻ വായിക്കുന്നു. ലാ യഖ്റഉ, അവൻ വായിക്കില്ല. യക്തുബു, അവൻ വായിക്കുന്നു. ലാ യക്തുബു, അവൻ വായിക്കില്ല. അംറുൻ എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ, ഒരു ജോലിയുടെ മേലിൽ കൽപ്പിച്ചു കൊണ്ടുള്ള ഫെയിലുകളാണ്. യഖ്റ, നീ വായിക്ക്. ലിയഖ്റ, അവൻ വായിക്കട്ടെ, വായിക്കാൻ വേണ്ടി. യുക്തുബ്, നീ എഴുതുക. ലിയക്തുബ്, എഴുതാൻ വേണ്ടി. നഹി എന്ന് വെച്ചാൽ വിരോധത്തിനുള്ള, ചോദിച്ചുകൊണ്ടുള്ള. തൊലബി ബിഹൽ കഫ് അമലി, ഒരു ജോലി നിരോധിച്ചു കൊണ്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ ഒരു കൽപ്പന. ലാ തഖ്റഹ്, നീ വായിക്കരുത്. ലാ തക്തുബ്, നീ എഴുതരുത്. നശാത്തു സാലിസ്, തേർഡ് ആക്ടിവിറ്റി. നുഇദ്ദു, നമുക്കുണ്ടാകാം. ഫിഖറത്തൻ, ഒരു കുറിപ്പ്. അനിൽ മാഇ, വെള്ളത്തിനെക്കുറിച്ച്. വൈസ്തിഅമാലി, അതിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ചും. അലാ ലൗഹിൻ നുസൂഫി മിനൽ ഖുർആനി വൽ ഹദീസ്, ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെട്ടത്തിൽ. അൽ മാഉ നിഅമത്തുല്ലാഹി, വെള്ളം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ളുറൂറി മിനൽ ളുറൂറിയാത്തിൽ ഹയാത്തിൽ ഇൻസാനി വൽ അൻആം, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ജീവിതത്തിൽ ആവശ്യങ്ങളിൽ അത്യാവശ്യമായ ഒരു വസ്തുവാണ് വെള്ളം. ഇസ്റാഫു ഫി ഇസ്തിഖ്ദാമിൽ മാ, വെള്ളത്തിൽ നമുക്ക് കാണിക്കുന്ന ദൂർത്ത്. അൽ ജഫാഫു അസറഹു, വരൾച്ചയും അതിൻ്റെ അധികരണവും. അന്നശാത്തുർ റാബി, 4ാമത്തെ ആക്ടിവിറ്റി. ഇൽതഖ ഇർഫാൻ ബിസദീഖിഹി സൈദാൻ ഫി ഫിനാഇൽ മസ്ജിദ്. ഇൽതഖ, കണ്ടുമുട്ടി. ഇർഫാൻ കണ്ടുമുട്ടി. ബിസദീഖിഹി സൈദാൻ, അതിൻ്റെ സുഹൃത്തായ സൈദാനിനെ കണ്ടുമുട്ടി. എവിടെ? ഫി ഫിനാഇൽ മസ്ജിദ്, പള്ളിയുടെ മുറ്റത്ത്. ഫദാറ, അങ്ങനെ നടന്നു. ബൈനഹുമാ ഹിവാർ, അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. തർജിമുഹു ഇലൽ ഇൻജിലീസിയ, അത് താഴെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഈ ഒരു ആക്ടിവിറ്റി കൂടി ഞാൻ ചെയ്തു തരാം. ഇർഫാൻ അസ്സലാമു അലൈക്കും. സൈദാൻ വഅലൈക്കും അസ്സലാം. അത് നിങ്ങൾ ഇംഗ്ലീഷിലാക്കണമെന്നില്ല. അഥവാ ഇംഗ്ലീഷിലാക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ പീസ് ബി അപ്പോൺ യു എന്ന് പറഞ്ഞാൽ മതി. കൈഫ ഹാലുക, ഹൗ ആർ യു, ഓർ ഹൗ ഡു യു ഡു. സൈദാൻ, സൈൻ അൽഹംദുലില്ലാ. വ കൈഫ ഹാലുക. Zain, fine, alhamdulillah. All blessings are for the God. How are you? Irfan, Zain, aina ta'malu al-an? Fine. And where are you working now?
സെയ്ദാൻ അന കാത്തിം ഫി മക്തബിൽ ഖറവിയ. ഖറവിയ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസാണ്. ഐ ആം എ റൈറ്റർ ഇൻ വില്ലേജ് ഓഫീസ്. ഹൽ അന്ത താമലു ഫി ദുബായ് അൽ ആൻ. നീ ഇപ്പോഴും ദുബായിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ആർ യു വർക്കിംഗ് അറ്റ് ദുബായ് യെറ്റ് നൗ ടു? ഇർഫാൻ لا no رجعت وأشتغل الآن في شركة في مدينتي. I have returned from and I am doing a work in the company in my town. Zaidan Allahu yubariku feek. May Allah bless you on your works. Irfan Allahu yusalimuka. May Allah give you peace. നെക്സ്റ്റ് വീഡിയോയിൽ തുറാത്തിൻ സമീന എന്ന ഒരു പാഠഭാഗം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.